വിഴിഞ്ഞത്ത് നിർണായക നീക്കവുമായി അദാനി ഗ്രൂപ്പ് MSE കമ്പനിക്ക് ഓഹരി കൈമാറാൻ അനുമതി തേടി സംസ്ഥാന സർക്കാരിന് കത്ത് നൽകി. നിയമപരമായ ഓഹരി കൈമാറ്റത്തിന് അനുമതി വേണമെന്നാണ് അപേക്ഷ. VISLMDക്കാണ് അപേക്ഷ നൽകിയിട്ടുള്ളത്. പ്രതിപക്ഷം കടുത്ത എതിർപ്പ് അറിയിച്ച പശ്ചാത്തലത്തിൽ വിശദമായ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും സർക്കാർ നിലപാട് അറിയിക്കുക. കരാർ നടപ്പിലായാൽ MSE അദാനി ഓഹരി കൈമാറ്റം 6 മാസത്തിനുള്ളിൽ പൂർത്തിയാകും. MG പ്രതീഷ് നമുക്കൊപ്പം ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നലെ പ്രധാനപ്പെട്ട നിയമസഭയ്ക്കുള്ളിലെ ഒരു ചർച്ച ഈ വിഷയമായിരുന്നു. പക്ഷേ ഈ ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ട് മുൻകൂർ അനുമതിയൊന്നും സർക്കാരിനോട് തേടിയിട്ടില്ല. ഞങ്ങൾ മാധ്യമങ്ങളിലൂടെയാണ് വാർത്ത അറിഞ്ഞത് എന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് നമ്മൾ കേട്ടു. 25% മുകളിൽ ഓഹരി കൈമാറിയാൽ അത് ഒരു ഓണർഷിപ്പ് ട്രാൻസ്ഫർമേഷനായി പരിഗണിക്കേണ്ടി വരുമെന്ന് പ്രതിപക്ഷ നേതാവ് സൂചിപ്പിക്കുന്നതും കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള ആശങ്കകൾ ഒരുപാടുണ്ട്. പിന്നീട് അതിവേഗ നീക്കമായി ഇപ്പോൾ അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ഈ സർക്കാരിന് അനുമതി തേടിക്കൊണ്ട് നൽകിയിരിക്കുന്ന ഒരു കത്തിൻ്റെ ഉള്ളടക്കം എന്താണ്? ഇത്തരത്തിൽ അനുമതി തേടാൻ വൈകിയതിലുള്ളൊരു വിശദീകരണം ഉണ്ടോ ഇതിനുള്ളിൽ, പ്രതീക്ഷ? ഷിഹാസ, വിഴിഞ്ഞത്ത് വിദേശ നിക്ഷേപം വരുന്നതിൽ ഭരണ പ്രതിപക്ഷ ആശങ്ക നിലനിൽക്കുന്നതിനിടെയാണ് അദാനി ഇപ്പോൾ സർക്കാരിനോട് അനുമതി തേടിയിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം അനുമതി തേടാനാണ് നേരത്തെ തീരുമാനിച്ചതെങ്കിലും അദാനി ഗ്രൂപ്പ് ഈ നിയമോപദേശം തേടിയതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ വൈകിട്ട് തന്നെ സർക്കാരിന്റെ അനുമതി തേടിയിട്ടുള്ളത്. നിയമപരമായ ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകണം എന്നതാണ് പ്രധാനമായും VISLMDക്ക് നൽകിയ അപേക്ഷയിൽ അദാനി പോർട്സ് ലിമിറ്റഡ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. കൃത്യമായ നിയമപരമായും ചട്ടങ്ങൾ പരമായുമാണ് ഓഹരി വിൽപ്പന നടക്കുന്നത് എന്നതാണ് അദാനിയുടെ വിശദീകരണം. ഒപ്പം സെബിയുടെ ഉൾപ്പെടെ അനുമതി ഇതുമായി ബന്ധപ്പെട്ട തേടിയിട്ടുണ്ട്, അനുമതി ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി അദാനി പോർട്സ് ലിമിറ്റഡ് അറിയിക്കുന്നുണ്ട്. ഈ നേരത്തെ തന്നെ ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ ഇതുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെ നിയമസഭയിൽ വിശദീകരിച്ചത് അദാനി നേരത്തെ മുൻകൂർ അനുമതി ഒന്നും തന്നെ സർക്കാരിൽ നിന്ന് തേടിയിട്ടില്ല. സർക്കാർ അനുമതിയില്ലാതെ അത്തരത്തിൽ 49% ഓഹരി MSE ഗ്രൂപ്പിന് നൽകാൻ കഴിയില്ല എന്നതാണ് മുഖ്യമന്ത്രിയുടെയും സർക്കാരിന്റെയും വിശദീകരണം. മാത്രമല്ല, ധാരണാപത്ര പ്രകാരം 26% അല്ലെങ്കിൽ 25% മുകളിൽ ഓഹരികൾ വിൽക്കണമെങ്കിൽ അത് ഓണർഷിപ്പ് ട്രാൻസ്ഫറായി കണക്കാക്കും. അങ്ങനെയെങ്കിൽ അതിന് സർക്കാർ അനുമതി വേണം. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ വിശദീകരണം. പക്ഷേ ഇവിടെ അദാനി പ്രധാനമായും സൂചിപ്പിക്കുന്നത് അദാനിയുടെ പക്കലുള്ള 49% ഓഹരികളാണ് വിറ്റഴിക്കുന്നത്. ധാരണാപത്ര പ്രകാരം അത്തരത്തിൽ ഓഹരികൾ വിറ്റഴിക്കുന്നതിന് തടസ്സമില്ല എന്നുള്ള വാദമാണ് പ്രധാനമായും അദാനി ചൂണ്ടിക്കാണിക്കുന്നത്. ധാരണാപത്രം അനുസരിച്ച് നിലവിൽ 74% ഓഹരികൾ വിറ്റഴിക്കാൻ കഴിയും. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഘട്ടത്തിലാണ് അത്തരത്തിലൊരു ഇളവ് അല്ലെങ്കിൽ 25% മുകളിൽ ഓഹരികൾ വിറ്റഴിക്കണമെങ്കിൽ ഇത്തരത്തിൽ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം നിർമ്മാണ പ്രവർത്തനം നടക്കുന്ന ഘട്ടത്തിൽ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ കമ്മീഷനിങ് പൂർത്തിയായതോടുകൂടി തന്നെ 74% വരെ ഷെയറുകൾ വിൽക്കാൻ കഴിയുമെന്നുള്ള വിശദീകരണം അദാനിക്കുണ്ട്. ഒപ്പം MSEയുമായുള്ള ഓഹരി കൈമാറ്റം പൂർത്തിയായാൽ പോലും 51% ഓഹരി ഗ്രൂപ്പിനുണ്ട് എന്നതാണ് പ്രധാനമായും അദാനി ഗ്രൂപ്പ് ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. മാത്രമല്ല, നേരത്തെ ഉള്ള ധാരണാപത്ര പ്രകാരം യാതൊരു മാറ്റവും ഉണ്ടാകില്ല. 2035 ശേഷം സംസ്ഥാനത്തിന് 1% ലാഭവീതം നൽകും. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊന്നും തന്നെ മാറ്റമില്ല. 40 വർഷത്തിന് ശേഷം ആ പോർട്ട് സംസ്ഥാനത്തിന് തന്നെ തിരികെ ലഭിക്കും എന്നുള്ള ആ വ്യവസ്ഥകളൊക്കെ തന്നെ അതേപടി നിലനിൽക്കും. മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഈ ഓഹരി കൈമാറ്റത്തിലൂടെ സംഭവിക്കില്ല എന്നുള്ള വിശദീകരണമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷം ഉൾപ്പെടെ ആശങ്ക പ്രകടിപ്പിച്ച പശ്ചാത്തലത്തിൽ കൃത്യമായ പരിശോധനയിലൂടെ മാത്രമേ സർക്കാർ തുടർ നടപടി സ്വീകരിക്കുകയുള്ളൂ. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ അപേക്ഷ കിട്ടിയത്. ഇനി നിയമവകുപ്പിന് ഉൾപ്പെടെ ഇത് കൈമാറും. ഈ പ്രപ്പോസൽ കൈമാറി വിദഗ്ധമായ നിയമോപദേശം തേടിയ ശേഷമായിരിക്കും സർക്കാർ എന്തായാലും തുടർ നടപടി ആലോചിക്കുന്നത്. ഏകദേശം 6 മാസത്തോളം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ എടുക്കും എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. കൃത്യമായ നിയമങ്ങളെല്ലാം തന്നെ ഡോക്യുമെന്റേഷൻ എല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട് എന്നുള്ള വിശദീകരണം അദാനി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഈ MSE കമ്പനിയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ദുരൂഹതകളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. പ്രതിപക്ഷം ഉൾപ്പെടെ അത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. MSEയുമായി ബന്ധപ്പെട്ട ചില ആക്ഷേപങ്ങൾ, ആരോപണങ്ങളൊക്കെ തന്നെ നേരത്തെ തന്നെ ഉണ്ട്. മാത്രമല്ല, ഈ ഒരു കുത്തക അവിടെ രൂപപ്പെടുമോ, MSEക്ക് മാത്രമായി എല്ലാം അവിടെ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ, ഒരു മത്സരാധിഷ്ഠിത ഒരു ഓഹരി കൈമാറ്റം അവിടെ നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷം ആശങ്ക സൂചിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചുകൊണ്ട് മാത്രമായിരിക്കും സർക്കാർ ഇതിൽ തുടർ നടപടി സ്വീകരിക്കുക. എന്തായാലും ഈ നടപടിക്രമങ്ങൾ, ഓഹരി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ
നീക്കങ്ങൾ വളരെ ശരവേഗത്തിൽ നടപ്പാക്കുകയാണ് അദാനി. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഈ നിയമസഭയിൽ ഈ വിഷയം എത്തി. അതിന് പിന്നാലെ മണിക്കൂറുകൾക്കകം സർക്കാരിന് അനുമതി തേടി അപേക്ഷയും സമർപ്പിച്ചിരിക്കുന്നത്. ശരി, എം ജി പ്രതീഷാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നിയമസഭയിൽ മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും പ്രതിപക്ഷത്തിന്റെ വാക്കുകളിലും എല്ലാം ആശങ്കയുണ്ടായിരുന്നു. എന്താണെങ്കിലും ഈ ഒരു വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട ഈ ഒരു ഓഹരി കൈമാറ്റത്തിൽ അതിവേഗ നീക്കങ്ങളുമായി ഇപ്പോൾ സംസ്ഥാനമാകെ വലിയ ചർച്ചയായി മാറി. ഒരുപാട് സംശയങ്ങൾ എല്ലാവരും ഉയർത്തി. അതോടൊപ്പം ഈ പൊതുജന താല്പര്യം, അതോടൊപ്പം രാജ്യസുരക്ഷ ഉൾപ്പെടെയുള്ള 5 കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ ഈ കരാറിൽ ഏർപ്പെടൂ, ഓഹരി കൈമാറ്റത്തിന് അനുമതി നൽകൂ എന്ന് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ അതിവേഗ നീക്കങ്ങളുമായി അദാനി ഗ്രൂപ്പ് മുന്നോട്ട് പോവുകയാണ്.